പദം അല്ലെങ്കിൽ കാരുണ്യം എന്ന അർത്ഥം വരുന്ന റഹ്മത്ത് എന്ന പദം, അതിന്റെ പര്യായ പദങ്ങൾ, ഇതൊക്കെ 100 കണക്കിന് പ്രാവശ്യം ഖുർആനിലുണ്ട്. 1 വട്ടോ 2 വട്ടോ 3 വട്ടോ അല്ല. ഖുർആനിലെ എല്ലാ ചാപ്റ്ററുകളും തുടങ്ങുന്നത്, എല്ലാ അധ്യായങ്ങളും ആരംഭിക്കുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഒരു അധ്യായം ആ അധ്യായത്തിന്റെ ബിസ്മി കൊണ്ട് തുടങ്ങാതിരുന്നപ്പോൾ മറ്റൊരിടത്ത് വേറൊരു ചാപ്റ്ററിൽ ഒരു ബിസ്മി കൂടി അധികം ചേർത്ത് 114 ബിസ്മി വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു. ഈ 114 ബിസ്മിയിലും സർവശക്തനായ നാഥനെ വിശേഷിപ്പിക്കുന്നത് റഹ്മാൻ, കാരുണ്യവാൻ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഇത് കൂടാതെ 800-ലധികം പ്രാവശ്യം ഖുർആനിൽ റഹ്മത്ത്, കാരുണ്യം എന്ന വാക്കും അതിന്റെ പര്യായ പദങ്ങളും പറയുന്നുണ്ട്. പക്ഷെ ആ വിശുദ്ധ ഖുർആനിൽ ഒരൊറ്റയിടത്ത് വാൾ എന്ന വാക്ക് കാണാൻ കഴിയില്ല. ഏത് കാലത്താണ് ഖുർആൻ ഇറങ്ങിയത്? വാള് കയ്യിൽ കൊണ്ട് നടക്കുന്ന അറബികൾ, വാളും കൊണ്ട് നടക്കുന്ന അറബികൾ, നമസ്കരിക്കുമ്പോഴും വാള് താഴെ വെച്ചിട്ട് നമസ്കരിക്കുന്നവർ, നമസ്കരിച്ചു കഴിഞ്ഞാൽ ഉടനെ വാളെടുത്ത് വീണ്ടും മുറയിലിടുന്നവർ, എപ്പോഴും വാളും കൊണ്ട് നടക്കുന്നവർ. മഹാനായ പ്രവാചകൻ ആഗതനായ കാലഘട്ടത്തിന്റെ ആ തുടക്കഘട്ടത്തിലൊക്കെ എന്താ അവസ്ഥ? ഒരു കഴുത്ത് നീളമുള്ള ജീവിയായ ഒട്ടകം നടന്നു പോകുമ്പോൾ വഴിയോരത്തുള്ള ഒരു ഈന്തപ്പനത്തോട്ടത്തിൽ, ഒരു മുന്തിരിത്തോട്ടത്തിൽ ആ ഒട്ടകം ഇങ്ങനെ തലവൺ പൊക്കിയിട്ട് ഒരു മുന്തിരിച്ചെടിയുടെ ഒരല്പം ഇലയൊന്ന് കടിച്ചു പോയതിന്റെ പേരിൽ, അതിന്റെ പേരിൽ ആരംഭിച്ച യുദ്ധം, 2 ഗോത്രങ്ങൾ തമ്മിൽ ആരംഭിച്ച യുദ്ധം പതിറ്റാണ്ടുകളോളം നിലനിന്നുവെങ്കിൽ ആ കാലഘട്ടത്തിൽ ആഗതനായ വിശ്വഗുരു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവതീർണമായ വിശുദ്ധ ഖുർആനിലെ ഒരിടത്ത് പോലും വാൾ എന്ന പദം പോലും ഉപയോഗിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഈ ഖുർആൻ പിന്നെ എവിടെയാണ് ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുന്നത്? ഈ ഖുർആൻ പിന്നെ എവിടെയാണ് മുസ്ലിങ്ങളെ ഭീകരവാദികളാക്കാൻ പ്രചോദനമാകുന്നത്? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ആലോചിക്കണം. മഹാനായ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ എത്ര ആയിരക്കണക്കിന് ഉദാഹരണങ്ങളല്ലേ പ്രവാചകന്റെ സ്വഭാവത്തിനും കാരുണ്യത്തിനും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ദിവസം മാർക്കറ്റിൽ പോകുന്നു. നമ്മളൊക്കെ കേട്ടിട്ടുള്ള കഥയാണ്, എങ്കിലും പറയുകയാണ്. മാർക്കറ്റിൽ പോകുന്നു. പ്രവാചകൻ നോക്കുമ്പോൾ ഒരു വൃദ്ധയായ സ്ത്രീ വലിയ ഭാരമെടുത്ത് തലയിൽ വെക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടി വാങ്ങിയ സാധനങ്ങളൊക്കെ കൂടി ഇങ്ങനെ ഇരിക്കുക. അവര് പൊക്കാൻ നോക്കിയിട്ട് പൊങ്ങുന്നില്ല. മഹാനായ പ്രവാചകൻ എന്താ ചെയ്തത്? അവിടുന്ന് ആ സാധനങ്ങളെല്ലാം എടുത്തു, അവിടുന്ന് തലയിൽ വെച്ചു. എന്നിട്ട് ആ വൃദ്ധയായ സ്ത്രീയോട് പറഞ്ഞു, വാ നമുക്ക് പോകാമെന്ന് പറഞ്ഞു വിളിച്ചു. അവർക്കറിയില്ല ഇത് പ്രവാചകനാണെന്ന്, ഇത് മുഹമ്മദ് നബിയാണെന്ന് അറിയില്ല. പ്രവാചകന്റെ ദൗത്യം ആരംഭിച്ച കാലഘട്ടമാണ്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ സാധനം കൊണ്ട് കിലോമീറ്ററുകളോളം നടന്ന് മലകൾ കയറി, ആ മലകളിൽ താഴേക്ക് ഇറങ്ങി അവരുടെ വീട്ടിൽ കൊണ്ട് ഈ സാധനം ഇറക്കി വെച്ചു. ഇറക്കി വെച്ച് കഴിഞ്ഞപ്പോൾ അവര് മടിയിൽ നിന്ന് ഒരു സംഖ്യ എടുത്തിട്ട് പ്രവാചകൻ കൊടുക്കുകയാണ് സമ്മാനം, അതിന് അദ്ദേഹത്തിന്റെ പ്രതിഫലമായിട്ട്. പ്രവാചകൻ പറഞ്ഞു, വേണ്ട, ഞാനിത് പ്രതീക്ഷിച്ചല്ല ചെയ്തത്. വൃദ്ധയായ എന്റെ മാതാവിന്റെ സ്ഥാനത്തുള്ള ഒരു സ്ത്രീയാണ് നിങ്ങൾ ബുദ്ധിമുട്ടുന്നത് കണ്ടപ്പോൾ ഞാനിത് ചെയ്തതാണ്. ഞാൻ മറ്റൊന്നും പ്രതീക്ഷിക്കുന്നില്ല. ആരാ ഇത് ചെയ്തത്? ആരുടെ തലയിലാണ് വെച്ചുകൊണ്ടുപോയ തലയേതാ? വിശുദ്ധ ഖുർആനിലെ 6666 സൂക്തങ്ങൾ സർവശക്തനായ നാഥനിൽ നിന്ന് മഹാനായ മലക്ക് മാലാഖ ജിബ്രീൽ അലൈഹിസ്സലാം വഴി 6666 സൂക്തങ്ങൾ ഏറ്റുവാങ്ങിയ പുണ്യമായ തലയാണത്. അനുഗ്രഹീതമായ ശിരസ്സാണത്. ആ അനുഗ്രഹീതമായ ശിരസിന്റെ മഹാത്മ്യം വിശുദ്ധമായ മിഅ്റാജിന് പോയ സർവശക്തനായ നാഥനുമായി നേരിട്ട് കണ്ടു എന്ന്, നാഥന്റെ ചൈതന്യം നേരിട്ട് കണ്ടു എന്ന് നാം വിശ്വസിക്കുന്ന ആ അനുഗ്രഹീതമായ മിഅ്റാജിന് പോയ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ പ്രിയപ്പെട്ട അനുയായികളിൽ ആരെങ്കിലും ഒരാളോട് പ്രവാചകൻ പറയുകയാണ്, ഇതെടുത്ത് അവിടെ കൊണ്ട് കൊടുക്കൂ എന്ന് പറഞ്ഞാൽ മത്സരിച്ച് അവരത് കൊണ്ട് കൊടുക്കാൻ തയ്യാറാവും. പക്ഷേ പ്രവാചകനെ കുറിച്ച് യാതൊരു പരിചയമില്ലാത്ത ആ വൃദ്ധയായ സ്ത്രീയുടെ സാധനം എടുത്ത് തലയിൽ വെച്ച് പ്രവാചകൻ അവിടെ കൊണ്ട് കൊടുത്തപ്പോൾ പ്രതിഫലം നീട്ടിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, അവിടുന്ന് പറഞ്ഞു, എനിക്ക് പ്രതിഫലം വേണ്ട. അപ്പോഴവർ പറഞ്ഞു, എന്നാ പിന്നെ ഞാനൊരു ഉപദേശം തരാൻ ഞാൻ സ്വീകരിക്കണം. എന്താ അത്? മുഹമ്മദ് എന്ന് പറഞ്ഞൊരു വലിയ കുഴപ്പക്കാരൻ ഈ നാട്ടിൽ ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ കാക്കകാരണവന്മാരെല്ലാം പരമ്പരാഗതമായി ആചരിച്ചു കൊണ്ടിരിക്കുന്ന ആചാരങ്ങളെ ഒക്കെ തള്ളിപ്പറയുന്ന ഒരു പുതിയ മതവുമായിട്ടൊരു മനുഷ്യനോട് വന്നിട്ടുണ്ട്. അവന്റെ കെണിയിൽ നീ പെട്ടുപോകരുത്. ഇതെനിക്ക് പറയാനുള്ളൂ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വതസിദ്ധമായ പുഞ്ചിരിയോടെ പറഞ്ഞു, പ്രിയപ്പെട്ട ഉമ്മ, അവിടുന്ന് തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. നിങ്ങൾ പറയുന്ന ആ മുഹമ്മദ് ഞാൻ തന്നെയാണ്. ഇത് പറയുമ്പോൾ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് ചോദിച്ചു, അന്ത മുഹമ്മദ്? നീയാണോ മുഹമ്മദ്? അതെ, ഞാനാണ്.
നീയാണോ ഒരു പുതിയ സിദ്ധാന്തവുമായി വന്നിരിക്കുന്നത്? അതെ, ഞാനാണ് ഒരു പുതിയ കാര്യവുമായിട്ട് വന്നിരിക്കുന്നത്. ഈ ആചാരങ്ങൾക്കൊക്കെ എതിരെ, ഈ അനാചാരങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കും എതിരെ ഞാനാണ് ഒരു പുതിയ കാര്യവുമായി വന്നത്. പക്ഷെ അത് എന്റെ കാര്യമല്ല, സർവശക്തനായ ദൈവം എന്നിൽ ഏൽപ്പിച്ച കാര്യമാണ്. എന്നാ പിന്നെ എനിക്ക് സംശയമൊന്നുമില്ല. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്നക റസൂലുള്ളാഹി യാ റസൂലല്ലാഹ്. നിങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകനാണെന്നും നിങ്ങൾ നിയോഗിച്ച ദൈവം സർവശക്തനാണെന്നും അവനല്ലാതെ ആരാധ്യനില്ലെന്നും ഞാൻ ഇതാ സാക്ഷ്യം വഹിക്കുന്നു എന്ന് പറഞ്ഞു ഇസ്ലാം.